നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ ഉണ്ടായ വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന ഉച്ചവാർത്ത ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ അനുജ. ആദ്യ വാർത്ത പാലക്കാട്ട് നിന്ന് വന്ന ഒരു റിപ്പോർട്ടിൽ നമ്മൾ തുടങ്ങുന്നു. പുലിക്ക് ദാരുണാന്ത്യം. പാലക്കാട് മണ്ണാർക്കാട് കുന്തിപ്പാടത്ത് കോഴിക്കൂട്ടിനുള്ളിൽ കുടുങ്ങിയ പുലി ചത്തു. പൂവത്താണി ഫിലിപ്പിന്റെ വീട്ടിലെ കോഴിക്കൂട്ടിലെ കമ്പിയിൽ കുരുങ്ങിയ പുലിയാണ് ചത്തത്. മരണത്തിലേക്ക് നയിച്ചത് ക്യാപ്ചർ മയോപ്പതി എന്ന അവസ്ഥയാണെന്ന് ചീഫ് ഫോറസ്റ്റ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സഖറിയ പറഞ്ഞു. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് പൂവത്താണി ഫിലിപ്പിന്റെ വീട്ടിലെ കോഴിക്കൂട്ടിൽ പുലി അകപ്പെട്ടത്. കോഴികളുടെ വലിയ ശബ്ദം കേട്ട് ഫിലിപ്പ് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കൂട്ടിൽ പുലിയെ കണ്ടത്. കോഴിക്കൂടിന്റെ പുറകുവശത്തെ ഇരുമ്പുവേലിയിൽ കൈ കുരുങ്ങിയ നിലയിലായിരുന്നു പുലി. ഈ വെൽഡ് ചെയ്ത സാധനം ഇവൻ വലിച്ചു പൊളിച്ചിട്ട് കയറിയ ഭാഗമാണ് ഇത് കാണുന്നത്. ഇപ്പോഴത് കാണുന്നത്. ഞാൻ വരുമ്പോൾ ഈ സാധനം ഈ കുഴിയിലാണ് കോഴിയെ പിടിച്ചോണ്ടിരിക്കുക. എന്നെ കണ്ടതോടുകൂടി ചാടി അങ്ങോട്ട് കയറിയതോടുകൂടി ഞാൻ ആ പുറത്തോട്ട് ചാടി ഗേറ്റ് അടച്ചു. ഈ പുലിയതിനു മുമ്പൊക്കെ കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ ഗേറ്റ് അടച്ചതുകൊണ്ട് എനിക്ക് അപകടം ഉണ്ടാകാതെ രക്ഷപ്പെട്ടു. ഏതാണ്ട് 6 മണിക്കൂറോളമാണ് പുലി കൈ കുരുങ്ങിയ നിലയിൽ കൂടിനുള്ളിൽ കഴിച്ചുകൂട്ടിയത്. മയക്കുവെടി വെക്കാൻ വയനാട്ടിൽ നിന്ന് ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള സംഘം മണ്ണാർക്കാട്ടേക്ക് തിരിച്ചിരുന്നു. 7:15 കോഴിക്കൂട്ടിൽ കിടന്ന് തന്നെ പുലി ചത്തു. അപകടത്തിൽപ്പെട്ടതിന്റെ ആഘാതത്തിലാണ് മരണമെന്നും ക്യാപ്ചർ മയോപ്പതി എന്ന അവസ്ഥയാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും ഡോക്ടർ അരുൺ സഖറിയ പറഞ്ഞു. കുടുങ്ങിക്കിടന്ന ഇഞ്ചുറിന്ന് പറ്റിയ മരണകാരനാണ്. നമ്മൾ ക്യാപ്ചർ മയോപ്പതി എന്ന് പറയും. പക്ഷേ നമ്മൾ ബാക്കി ടോക്സിക്കോളജിക്കൊക്കെ സാമ്പിൾ കൊടുക്കും. അതിന് ശേഷം അതിൻ്റെ റിസൾട്ട് എല്ലാം വന്ന ശേഷമേ നമ്മൾ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുള്ളൂ. പക്ഷേ പ്രിലിമിനറി ക്യാപ്ചർ മയോപ്പതി എന്ന് പറഞ്ഞ കണ്ടീഷൻ. കാരണം അത് തൂങ്ങി നിൽക്കുമ്പം അതുണ്ടാകുന്ന മസിലിനുണ്ടാകുന്ന ആഘാതം, അതിനുണ്ടാകുന്ന ആന്തരികാവയവങ്ങളുടെ പ്രശ്നം കൊണ്ടാണ് മരണം. 4 വയസ്സിനടുത്ത് പ്രായമുള്ള പുലിയാണ് കൂട്ടിൽ കുടുങ്ങിയത്. തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജഡം മറവ് ചെയ്തു. വയനാട്ടിൽ നിന്നുള്ള വിദഗ്ധ സംഘം എത്തുന്നതുവരെ പുലി അക്രമാസക്തനാകാതിരിക്കാൻ വേണ്ടതൊക്കെ ചെയ്യുക. ഇതായിരുന്നു വനംവകുപ്പിന് മുന്നിലെ വെല്ലുവിളി. ഇതിനിടയിലാണ് പുലി ചത്തത്. വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുന്ന ജനങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം. മുഹമ്മദ് അർഷാഖിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. പൊറുതിമുട്ടി ജനം. കാട്ടാന ശല്യത്തിൽ വനംവകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി CPIM. LDF സർക്കാരിനെതിരെ ജനരോഷം ഉയർത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിലെ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് CPIMന്റെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. ശാന്തൻപാറയിൽ നിന്നും പ്രകടനമായാണ് CPIM പ്രവർത്തകർ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധത്തിനെത്തിയത്. പോലീസ് തടയാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഉന്തും തള്ളുമുണ്ടായി. ഫോറസ്റ്റ് ഓഫീസ് കോമ്പൗണ്ടിനുള്ളിൽ പ്രവർത്തകർ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. ഉദ്ഘാടന പ്രസംഗത്തിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ CV വർഗീസ് വിമർശനം ഉന്നയിച്ചത്. നൂറുകണക്കായി വീടുകൾ തകർക്കുന്നു. എന്താ ആനയ്ക്കൊരു ഓമന പേരിട്ട് ആനന്ദം കൊള്ളുക. പടയപ്പ വഴി മാറാതെ വന്നപ്പോൾ ഓണടിച്ച ഡ്രൈവർക്കെതിരെ കേസ്. DFOയുടെ അപ്പയാണോ പടയപ്പ? കാട്ടാന കൊലപ്പെടുത്തിയ വനംവകുപ്പ് വാച്ചർ ശക്തിവേലിന്റെ മാതാവും സമരത്തിൽ പങ്കെടുത്തു. അക്രമകാരികളായ അരിക്കൊമ്പൻ, മുട്ടവാലൻ, ചക്കക്കൊമ്പൻ എന്നീ കാട്ടാനകളെ പിടിച്ചുമാറ്റണമെന്നാണ് പ്രധാന ആവശ്യം. അതേസമയം 1 വർഷത്തിനിടെ 11 തവണ കാട്ടാന തകർത്ത പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കടയ്ക്ക് ചുറ്റും വനംവകുപ്പ് ഫെൻസിംഗ് സ്ഥാപിച്ചു തുടങ്ങി. 24 ഇടുക്കി. ഷാനവാസിന് ക്ലീൻ ചിറ്റ്. ലഹരിക്കടത്ത് കേസിൽ CPIM കൗൺസിലർ ഷാനവാസിന് പങ്കില്ലെന്ന് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച്. ഷാനവാസ് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതിന് തെളിവില്ലെന്നും അന്വേഷണ റിപ്പോർട്ട്. സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിന് കടകവിരുദ്ധമാണ് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. എന്നാൽ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ പ്രതികരിച്ചത്. വാഹനം വാടകയ്ക്ക് നൽകിയതാണെന്നും ലഹരിക്കടത്തിൽ പങ്കില്ലെന്നുമുള്ള ഷാനവാസിന്റെ വാദം ശരിവെച്ചാണ് പോലീസിന്റെ റിപ്പോർട്ട്. 1 കോടി വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നക്കടത്തിൽ ഷാനവാസിന്റെ പങ്ക് കണ്ടെത്താനായിട്ടില്ലെന്ന് റിപ്പോർട്ടിലുണ്ട്. വാഹനം വാടകയ്ക്കെടുത്തത് കട്ടപ്പന സ്വദേശി ജയനാണെങ്കിലും കടത്തിൽ ഇയാൾക്ക് പങ്കുള്ളതിനും തെളിവില്ല. സ്വകാര്യ കേബിൾ കമ്പനി കരാറുകാരനായ ഷാനവാസ് അനധികൃത സ്വത്ത് സമ്പാദിച്ചതായി വിവരമില്ല.
ലഹരിക്കടത്ത് കേസ് പ്രതി ഇജാസ് ഷാനവാസിന്റെ ബിനാമി എന്നായിരുന്നു സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ഷാനവാസിന് ലഹരി മാഫിയ ക്രിമിനൽ ബന്ധങ്ങളുണ്ടെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം തള്ളുന്നതാണ് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. അന്തിമ റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിട്ടില്ല. കേസിൽ പാർട്ടി അന്വേഷണ കമ്മീഷന്റെ പരിശോധന തുടരുന്നതിനിടെയാണ് പോലീസ് റിപ്പോർട്ട് പുറത്തുവന്നത്. റിപ്പോർട്ടിന് പിന്നിൽ CPIM ഇടപെടലെന്നാരോപിച്ച് കോൺഗ്രസ് വ്യാപക പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ്. 24 ആലപ്പുഴ. ആലപ്പുഴയിൽ മന്ത്രി സജി ചെറിയാനെതിരെ CPIM ഔദ്യോഗിക പക്ഷം. G സുധാകരനും ജില്ലാ സെക്രട്ടറിക്കുമെതിരെ ആരോപണമുന്നയിച്ച നോർത്ത് ഏരിയ കമ്മിറ്റിയുടെ മിനിറ്റ്സിൽ പരാതി രേഖപ്പെടുത്തിയില്ല. സസ്പെൻഷനിലായ ഷാനവാസിന്റെ പരാതി നോർത്ത് ഏരിയ കമ്മിറ്റി ചർച്ച ചെയ്തത് സംഘടനാ വിരുദ്ധം എന്നാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ വിലയിരുത്തൽ. സജി ചെറിയാന് മൃഗീയ ഭൂരിപക്ഷമുള്ള ലഹരിക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ ഷാനവാസ് ഉൾപ്പെടുന്ന ആലപ്പുഴ നോർത്ത് ഏരിയ കമ്മിറ്റിയാണ് നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. G സുധാകരൻ, ജില്ലാ സെക്രട്ടറി R നാസർ അടക്കം 5 നേതാക്കൾ രഹസ്യയോഗങ്ങളിലൂടെ വിഭാഗീയത ഉണ്ടാക്കുന്നു എന്നാണ് CPIM നോർത്ത് കമ്മിറ്റി സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾക്ക് പരാതി നൽകിയത്. ഈ അസാധാരണ നീക്കത്തിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് നോർത്ത് ഏരിയ കമ്മിറ്റിയുടെ മിനിറ്റ്സ് പരിശോധിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ആരോപണങ്ങളിലെ ഒരു കാര്യവും മിനിറ്റ്സിലില്ലെന്നാണ് കണ്ടെത്തൽ. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്ന് ലഹരിക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ ഷാനവാസ് നോർത്ത് ഏരിയ കമ്മിറ്റിക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ സംഘടനാ നടപടി നേരിട്ട ഒരാളുടെ പരാതി മേൽഘടകത്തിന് കൈമാറാതെ നോർത്ത് കമ്മിറ്റി ചർച്ചയാക്കിയത് സംഘടനാ വിരുദ്ധമാണെന്നാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ വിലയിരുത്തൽ. നഗരത്തിലെ ഒരു സ്വകാര്യ ഹോട്ടൽ, ജില്ലാ കമ്മിറ്റി ഓഫീസ്, തിരുവല്ല എന്നിവിടങ്ങളിലാണ് രഹസ്യയോഗങ്ങൾ നടന്നതെന്ന് നോർത്ത് ഏരിയ കമ്മിറ്റിയിൽ ആരോപണം ഉയർന്നത്. സജി ചെറിയാനെ ലക്ഷ്യമിട്ടുള്ള നീക്കമാണെന്നും ചർച്ചയിൽ വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ രഹസ്യയോഗം എന്ന ആരോപണം കെട്ടുകഥയാണെന്ന നിലപാടിലാണ് ഔദ്യോഗിക പക്ഷം. അതേസമയം ഷാനവാസ് ഉൾപ്പെട്ട ലഹരികടത്ത് ആരോപണത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണ കമ്മീഷന് ജില്ലാ സെക്രട്ടറി നിർദ്ദേശം നൽകി. 24 ആലപ്പുഴ. മുൻമന്ത്രി ചന്ദ്രശേഖരനെ ആക്രമിക്കാൻ ശ്രമിച്ച കേസ് തള്ളിയ സംഭവത്തിൽ CPIMനെതിരെ CPI കാസർഗോഡ് ജില്ലാ നേതൃത്വം. സാക്ഷികളായ CPIM നേതാക്കൾ കൂറുമാറിയതിനാലാണ് കേസ് തള്ളിയതെന്ന് CPI ജില്ലാ സെക്രട്ടറി CP ബാബു 24നോട് പറഞ്ഞു. കേസിൽ തെളിവുകളുടെ അഭാവത്തിൽ BJP പ്രവർത്തകരായ 10 പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്നു. BJPയുമായി ധാരണയുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് CPIM പരിശോധിക്കണമെന്ന് CP ബാബു ആവശ്യപ്പെട്ടു. അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. അരുൺ, ഈ കേസിൽ 2016 സംഭവമാണ്. ഇതിൽ കൂറുമാറിയ വിഷയത്തിൽ ഇപ്പോൾ CPI ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണോ CPIMനെതിരെ? തീർച്ചയായും അനുജ, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഫലപ്രഖ്യാപനത്തിന് ശേഷം നടന്ന ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് കാഞ്ഞങ്ങാട് മാവുങ്കാലിൽ വെച്ച് ഇ ചന്ദ്രശേഖരൻ ഉൾപ്പെടെ, അതായത് മുൻമന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള സംഘത്തിന് നേരെ ആക്രമണം നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട സാക്ഷികളായിട്ടുണ്ടായിരുന്ന 2 പേർ CPIMന്റെ പ്രാദേശിക നേതാക്കളാണ്. അതിലൊന്ന് TK രവി, അത് ഇപ്പോൾ മടിക്കൈ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള TK രവിയും അതോടൊപ്പം തന്നെ ബംഗളത്തെ പ്രാദേശിക നേതാവായിട്ടുള്ള അനിൽ എന്ന് പറയുന്നവരായിരുന്നു ഈ സംഭവത്തിലെ പ്രധാനപ്പെട്ട 2 സാക്ഷികൾ. എന്നാൽ ഈ കേസിന്റെ വിചാരണ ഘട്ടത്തിൽ ഇവർ 2 പേരും ഈ കൂറുമാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ പിന്നീട് ആ കേസ് കഴിഞ്ഞ ദിവസം കേസ് തള്ളുകയും ആ കേസിലെ പ്രധാനപ്പെട്ട 10 പ്രതികളായിട്ടുള്ള BJP പ്രവർത്തകരെ കോടതി വെറുതെ വിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിലാണിപ്പോൾ CPI ജില്ലാ നേതൃത്വം ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുള്ളത്. അതായത് ഈ കേസ് ഈ സാക്ഷികൾ കൂറുമാറിയത് കൊണ്ടാണ് ഈ കേസ് തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് തങ്ങളെ അത്ഭുതപ്പെടുത്തി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് CPI ജില്ലാ നേതൃത്വം അറിയിക്കുന്നത്. സ്വാഭാവികമായി CPIM നേതൃത്വം ഇത് പരിശോധിക്കണം എന്നതാണ് CPI ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഉയർന്നു വരുന്ന, അതായത് CPIയുടെ പ്രാദേശിക തലത്തിൽ ഉയർന്നു വരുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് പനത്തടിയിൽ വെച്ച് നടന്ന മറ്റൊരു BJP CPIM സംഘർഷവുമായി ബന്ധപ്പെട്ട് അതിൽ CPIMന്റെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടെയുള്ളവർ പ്രതികളായിട്ടുണ്ട്. ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി പരസ്പരം ഒരു ധാരണയിലെത്തിയതാണ് ഈ കൂറുമാറ്റം എന്നൊരു ആക്ഷേപം CPI പ്രാദേശിക തലത്തിൽ പ്രവർത്തകരുടെയിൽ ഉണ്ട്. അത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അത്തരത്തിലുള്ള പ്രതികരണവും പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവത്തോടെ പരിശോധിക്കണമെന്നാണ് CPI ജില്ലാ നേതൃത്വം പറയുന്നത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യം കൂടിയാണ് CPI ജില്ലാ നേതൃത്വം ഈ ഘട്ടത്തിൽ നിലപാടായി അറിയിക്കുന്നത്. സ്വാഭാവികമായും ഇത് വലിയ ചർച്ചയിലേക്ക്, കാരണം ജില്ലയിലെ മുന്നണി സംവിധാനത്തിലെ 2 പ്രധാനപ്പെട്ട കക്ഷികളാണ് ഇത്തരത്തിൽ പരസ്പരം. കാസർഗോട്ടാണ് CPIMനെതിരെ CPI ജില്ലാ ഘടകം രംഗത്തെത്തിയിട്ടുള്ളത്. അടുത്ത വാർത്ത, ഭാരത് ജോഡോ യാത്ര സമാപനത്തിലേക്ക്.
രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ പദയാത്ര കശ്മീരിൽ സമാപിച്ചു. 136 ദിവസം നീണ്ട യാത്രയുടെ സമാപന സമ്മേളനം നാളെ ശ്രീനഗറിൽ നടക്കും. സമാപന സമ്മേളനം പ്രതിപക്ഷ ഐക്യത്തിന്റെ കൂടി വേദിയാകും. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ശ്രീനഗറിലെ പന്താ ചൌക്കിൽ നിന്ന് ലാൽ ചൌക്ക് വരെയാണ് ഇന്ന് പര്യടനം നടത്തിയത്. ലാൽ ചൌക്കിൽ 12 മണിയോടെ രാഹുൽ ഗാന്ധി പതാക ഉയർത്തിയതോടെ പദയാത്ര സമാപിച്ചു. 4.5 മാസം മുമ്പ് കന്യാകുമാരിയിൽ നിന്നാണ് ഭാരത് ജോഡോ യാത്ര പുറപ്പെട്ടത്. 136 ദിവസം കൊണ്ട് 4080 കിലോമീറ്റർ പിന്നിട്ടാണ് യാത്ര ശ്രീനഗറിലെത്തിയത്. നാളെ ഷേർ ഇ കാശ്മീർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് സമാപന സമ്മേളനം. 13 പ്രതിപക്ഷ കക്ഷികൾ അണിചേരുന്ന സമാപന സമ്മേളനം ഐക്യത്തിന്റെ വേദിയാക്കാനാണ് കോൺഗ്രസ് ശ്രമം. എന്നാൽ CPIM-ഉം തൃണമൂൽ കോൺഗ്രസും സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കില്ല. ഭാരത് ജോഡോ യാത്രയുടെ പദയാത്രയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ട് ലാൽ ചൌക്കിൽ രാഹുൽ ഗാന്ധി ദേശീയ പതാക ഉയർത്തിയിരിക്കുന്നു. ഇനി പ്രധാനപ്പെട്ടത് നാളെയുള്ള സമാപന സമ്മേളനമാണ്. ഈ സമാപന സമ്മേളനത്തിൽ രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ പങ്കെടുക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ശ്രീനഗറിലെ ലാൽ ചൌക്കിൽ നിന്നും ക്യാമറമാൻ മോഹൻകുമാറിനൊപ്പം R. രാധാകൃഷ്ണൻ, 24. നമ്മൾ പോകുന്ന ത്രിപുരയിലേക്ക്. ത്രിപുരയിൽ IPFT BJP സഖ്യം തുടരും. 5 സീറ്റുകളിൽ IPFT മത്സരിക്കും. സഖ്യത്തിൽ ഇല്ലാതെ മത്സരിക്കുന്ന ഗോത്രവർഗ പാർട്ടിയായ തിപ്രമോദ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് കുതിരക്കച്ചവട നീക്കം നടക്കുന്നുവെന്ന് തിപ്രമോദോ ആരോപണം ഉന്നയിച്ചതിനു പിന്നാലെയാണ് BJP സഖ്യത്തിൽ തുടരുമെന്ന് IPFT നിലപാടറിയിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റുകളിൽ മത്സരിച്ച് 8ഇടത്ത് വിജയിച്ച IPFT ഇത്തവണ 5 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. നിലവിൽ 4 അംഗങ്ങളാണ് സഭയിലുള്ളത്. 4 പേർ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറിയിരുന്നു. പിന്നാലെ നടന്ന ലോക്സഭാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ സഖ്യത്തിലില്ലാതെയാണ് IPFT മത്സരിച്ചത്. ഇത്തവണ സഖ്യം തുടരുമെന്ന് IPFT വ്യക്തമാക്കിയെങ്കിലും പ്രത്യേക സംസ്ഥാനം വേണമെന്ന ആവശ്യം ഉയർത്തുന്നുണ്ട്. അതിനിടെ 40 സീറ്റുകളിൽ മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയ തിപ്രമോദോ ആദ്യഘട്ടത്തിൽ 20 മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിലും BJPയിലും കലാപം തുടരുകയാണ്. 24 ഡൽഹി. ഹൈക്കോടതി ജഡ്ജിയുടെ പേരിൽ കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ അഭിഭാഷകൻ സൈബി ജോസ് കിടങ്ങൂരിനെതിരെ കേസെടുക്കാൻ സാധ്യത. സംഭവത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണ റിപ്പോർട്ട് DGPക്ക് കൈമാറി. ഹൈക്കോടതി മുൻകൂർ ജാമ്യം പിൻവലിച്ചിട്ടും റാന്നി കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരം എടുത്ത കേസിൽ പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച മുൻകൂർ ജാമ്യം കോടതി പിൻവലിച്ചിട്ടും പ്രതികൾക്കെതിരെ റാന്നി പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് കേസിലെ സാക്ഷികളുടെ പ്രധാന പരാതി. കേസ് അട്ടിമറിക്കാൻ റാന്നി പോലീസ് ശ്രമിക്കുന്നുണ്ടെന്ന് കേസിൽ ഹൈക്കോടതി വിജിലൻസിന് മൊഴി നൽകിയ സാക്ഷികൾ പറഞ്ഞു. ഹൈക്കോടതിയിൽ വലിയ പിടിപാടുണ്ടെന്നും വേണമെങ്കിൽ പോയി കേസ് കൊടുത്തുകൊള്ളാൻ പ്രതികൾ ഭീഷണിപ്പെടുത്തിയതായും സാക്ഷികൾ 24നോട് പറഞ്ഞു. ഈ ദളിതരുടെ കേസും ഈ വിഷയമൊക്കെ ബന്ധപ്പെട്ടാണ് പൈസ ചിലവായത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സൗകര്യമില്ല, നീ എന്താണ് ചെയ്യുക, ഞങ്ങൾക്ക് ഹൈക്കോടതിയിലൊക്കെ വലിയ പിടിപാടുണ്ടെന്നൊക്കെയാണ് പുള്ളി ഈ പറയുന്നത്. അട്രോസിറ്റി കേസ് ചാർജ് ചെയ്ത് അവർ FIR ഇട്ട് ഹൈക്കോടതി അവർക്ക് ജാമ്യം കൊടുത്തു. അതിനുശേഷം ജാമ്യം കോഴ വാങ്ങിയെന്നുള്ള അടിസ്ഥാനത്തിൽ അവരെ ഇന്നലെ തന്നെ ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ് വന്നു അവരുടെ ജാമ്യം പിൻവലിച്ചുകൊണ്ട്. എന്നിട്ടും പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. അതേസമയം ഹൈക്കോടതി ജഡ്ജിമാർക്കെന്ന പേരിൽ കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ അഭിഭാഷകനായ സൈബി ജോസ് കിടങ്ങൂരിനെതിരെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാണ് DGPക്ക് പ്രത്യേക ദൂതൻ വഴി റിപ്പോർട്ട് കൈമാറിയത്. ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അഭിഭാഷകനെതിരെ കേസെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അഭിഭാഷകനെതിരായ പരാതിയിൽ പ്രാഥമികമായി കഴമ്പുണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നുമാണ് കമ്മീഷണർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. 24 പത്തനംതിട്ട. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. ഇനി ഒഡീഷയിൽ ആരോഗ്യമന്ത്രിക്ക് വെടിയേറ്റു. ജൻസുഗതയിൽ വെച്ചാണ് നഭാദാസിന് വെടിയേറ്റത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ആരോഗ്യനില ഗുരുതരമാണ് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. എന്താണ് സംഭവിച്ചത്? വെടിയുതിർക്കാനൊക്കെ ഉണ്ടായ കാരണം എന്താണ്? ഇക്കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ടോ? അത്യന്തം നാടകീയമായ സംഭവമാണ് ഒഡീഷയിൽ ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യമന്ത്രിക്ക് നേരെയാണ്, കിഷോർ ദാസിന് നേരെയാണ് ഇന്ന് ഉച്ചയ്ക്ക് വെടിവെപ്പുണ്ടായത്. സ്വന്തം മണ്ഡലത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. ജാർസുഗുദയിൽ നിന്നുള്ള MLA ആണ് അദ്ദേഹം. ബ്രജ്രാജ് നഗറിലെ ഗാന്ധി ചൌക്കിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം എത്തിയ ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് നേരെ വെടിവെപ്പ് ഉണ്ടായത്.
6 റൗണ്ട് അദ്ദേഹത്തിനെതിരെ വെടി ഉതിർത്തുവെന്നും നെഞ്ചിൽ ആണ് വെടിയുണ്ടകൾ തറച്ചത് എന്നുമാണ് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നില ഗുരുതരമാണ്. അതേസമയം വെടി ഉതിർത്തത് ഒരു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഗോപാൽ ദാസ് ആണ് എന്ന തരത്തിലുള്ള പ്രാഥമിക റിപ്പോർട്ടുകൾ വരുന്നു. എന്നാൽ ഒഡീഷ പോലീസ് വെടിവെച്ചവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുന്നു എന്ന വിവരമാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ വെടി ഉതിർത്തത് പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ തന്നെയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതുവരെയും ഔദ്യോഗികമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല. എന്തായാലും വെടി വെച്ചവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്നാൽ മന്ത്രിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നുമാണ് ലഭിക്കുന്ന വിവരം. പ്രതിപക്ഷം എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ, ആഭ്യന്തരമന്ത്രിക്കും എതിരെ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. മന്ത്രിക്ക് പോലും സുരക്ഷയില്ലാത്ത തരത്തിലേക്ക് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു എന്നും മന്ത്രിക്ക് നേരെ വെടിവെപ്പുണ്ടായത് അത്തരത്തിലുള്ള സൂചനയാണ് നൽകുന്നത് എന്നുമുള്ള ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. അനുജ, ഒഡീഷ ആരോഗ്യമന്ത്രിക്ക് വെടിയേറ്റു, നെഞ്ചിലാണ് വെടിയേറ്റത്. മന്ത്രിയുടെ നില ഗുരുതരമാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഒരു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറാണ് വെടിവെച്ചത് എന്ന റിപ്പോർട്ടും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അതിൽ സ്ഥിരീകരണമായിട്ടില്ല. മറ്റൊരു റിപ്പോർട്ട്, മധ്യപ്രദേശിലെ മൊറേനയിൽ യുദ്ധവിമാനം തകർന്നതിൽ വ്യോമസേനാന്വേഷണം തുടങ്ങി. ചിറകുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. യുദ്ധവിമാനത്തിന് സാങ്കേതിക പ്രശ്നമുണ്ടായോ എന്നും പരിശോധിക്കും. അതേസമയം തകർന്ന മിറാഷ് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി. ഗ്വാളിയോറിലെ വ്യോമത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട സുഖോയ് മിറാഷ് വിമാനങ്ങൾ അഭ്യാസ പ്രകടനത്തിനിടെ ആകാശത്തിൽ വെച്ച് ചിറകുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടമെന്നാണ് വ്യോമസേനയുടെ പ്രാഥമിക കണ്ടെത്തൽ. കൂട്ടിയിടിക്ക് പിന്നാലെയാണ് 100 കിലോമീറ്റർ അകലെയുള്ള രാജസ്ഥാനിലെ ഭരത്പൂരിൽ വിമാനത്തിന്റെ ഭാഗങ്ങൾ പതിച്ചത്. വിമാനത്തിന് മറ്റെന്തെങ്കിലും സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു എന്നതും പരിശോധിക്കും. ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡുകളുടെ പരിശോധനയിലാണ് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുക. ഗ്വാളിയോറിലെ ടാഗ്ഡേ കേന്ദ്രത്തിലെ പരിശീലന വിമാനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. സുഖോയ് വിമാനത്തിലെ 2 പൈലറ്റുകൾ രക്ഷപ്പെട്ടപ്പോൾ മിറാഷ് വിമാനത്തിലെ പൈലറ്റ് മരിച്ചു. പ്രതിരോധ മന്ത്രിയും സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 24 ഡൽഹി. ശ്വാസതടസ്സത്തെ തുടർന്ന് കശ്മീരിൽ മരിച്ച സൈനികൻ KT നുഫൈലിന് നാടിന്റെ അന്ത്യാഞ്ജലി. സൈനിക ബഹുമതികളോടെ അരീക്കോട് കുന്നിയിൽ ഇരിപ്പാക്കുളം ജുമാ മസ്ജിദിൽ ഭൗതിക ശരീരം ഖബറടക്കി. കമാൻഡിംഗ് ഓഫീസർ കേണൽ T നവീൻ ബെഞ്ചിത്തിന്റെ നേതൃത്വത്തിലുള്ള സൈനിക ഉദ്യോഗസ്ഥരാണ് ഔദ്യോഗിക ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് മൃതദേഹം നാട്ടിലെത്തിച്ചത്. ആർമി പോസ്റ്റൽ സർവീസിൽ 8 വർഷമായി ശിപായിയായി ജോലി ചെയ്യുകയായിരുന്ന നുഫൈൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ലഡാക്കിൽ മരിച്ചത്. ചിന്താ ജെറോമിന്റെ PhD റദ്ദാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ്. LKG പരീക്ഷയ്ക്ക് പോലും വിശ്വാസ്യതയുണ്ടായിരുന്ന കേരളത്തിൽ PhDയുടെ വിശ്വാസ്യത സർക്കാർ ഇല്ലാതാക്കി. പാർട്ടിക്കാരാണെങ്കിൽ ഒരു ചട്ടവും ബാധകമല്ല എന്ന സാഹചര്യമാണെന്ന് ഷാഫി പറമ്പിൽ MLA ആരോപിച്ചു. ആരോപണം ഗൗരവമുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. EPN തന്നെ ഇത് പരിശോധിക്കട്ടെ, ഈ സർവകലാശാല അത് പരിശോധിക്കട്ടെ, എന്നിട്ട് അവർ പറയട്ടെ. ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. തിരികെ ഉച്ചവാർത്തയിലേക്ക്. പരസ്യ വിമർശനവും തുറന്നു പറച്ചിലുകളുമായി ഇടതുമുന്നണി. കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ട നിലയിലേക്ക് LDF മാറുന്നുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കഴിഞ്ഞ യോഗത്തിനെത്തിയെങ്കിലും മുന്നണി കൺവീനർ EP ജയരാജൻ പഴയതുപോലെ സജീവവുമല്ല. VA ഗിരീഷ് വിവരങ്ങളുമായി. ഗിരീഷ്, വിശദാംശങ്ങൾ. അനുജ, LDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുസജ്ജമായ ഒരു മുന്നണി സംവിധാനമാണ് LDFന് നേരത്തെ ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചില പരസ്യ വിമർശനങ്ങളും തുറന്നു പറച്ചിലും ഈ ഒരു സമയത്ത് LDFിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മുമ്പൊക്കെ LDFിൽ ഏതെങ്കിലും തരത്തിലുള്ള മുന്നണികൾക്കോ കക്ഷികൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ അതൃപ്തിയോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ മുന്നണി യോഗത്തിൽ ഇതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. നേരത്തെ വളരെ മുമ്പ് തന്നെ CPIയുമായി ഉണ്ടായിരുന്ന തർക്കങ്ങളെല്ലാം ഈ രീതിയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുകയും അതോടൊപ്പം തന്നെ മുന്നണി യോഗത്തിൽ പരിഹരിക്കുകയും ഒക്കെയാണ് നടന്നിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വിപരീതമായ വ്യത്യസ്തമായ ചില അനുഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാകുന്നത്. ഇതാണ് രാഷ്ട്രീയ വിദഗ്ധരെ ആശങ്കയിലാക്കുന്നതും. കാരണം LDF എന്ന് പറയുന്ന സംവിധാനം ദുർബലമായോ എന്നൊരു ആശങ്കയിലാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതൃത്വമുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം KB ഗണേഷ് കുമാർ പരസ്യ വിമർശനവുമായി വരുന്നു. വകുപ്പുകൾക്കെതിരെയും അതോടൊപ്പം തന്നെ ചില സർക്കാരിലെ ചില നിലപാടുകൾക്കെതിരെയും ഒക്കെ ഉള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. അതോടൊപ്പം LDFന്റെ കൂട്ടായുള്ള ചർച്ചകൾ നടക്കുന്നില്ല എന്ന വിമർശനം വരുന്നു. പാലയിലാണെങ്കിൽ നഗരസഭാ ചെയർമാൻ സ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയം സംസ്ഥാന തലത്തിൽ തന്നെ വലിയ തരത്തിൽ ചർച്ചയാകുന്നു. അതോടൊപ്പം തന്നെ
CPIMനുള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്ന അസംതൃപ്തി വേറെ, ഇത്തരത്തിലുള്ള നിരവധി ഘടകങ്ങൾ ഇപ്പോൾ ഇടതുമുന്നണിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിനൊക്കെ പരിഹാരം കാണേണ്ട മുന്നണി നേതൃത്വം സമയാസമയങ്ങളിൽ മുന്നണി യോഗങ്ങൾ ചേരുന്നില്ല എന്ന ഒരു വിഷയം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാരണം മുന്നണി കൺവീനറായ EP ജയരാജൻ കഴിഞ്ഞ യോഗത്തിലൊക്കെ പങ്കെടുത്തിരുന്നു എങ്കിൽ പോലും ഈ വിഷയങ്ങളിലൊന്നും തന്നെ ഗൗരവമേറിയ ഒരു ചിന്തയിലേക്കോ അല്ലെങ്കിൽ ചർച്ചയിലേക്കോ അദ്ദേഹം പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. അനുജ, ശരി, LDFൽ നിലവിൽ ചില അസ്വാരസ്യങ്ങളുണ്ട്, എന്നാൽ അത് പരിഹരിക്കാൻ നേതൃത്വം മുൻകൈ എടുക്കുന്നില്ല. അതിന്റെ വിവരങ്ങളാണ് ഗിരീഷ് നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. തൃശൂർ കുന്നംകുളം പന്നിത്തടത്ത് അമ്മയെയും 2 കുട്ടികളെയും വീട്ടിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. മെഹഫിൽ മൻസിലിൽ ഹാരിസിന്റെ ഭാര്യയും 2 കുട്ടികളുമാണ് മരിച്ചത്. ആത്മഹത്യയെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. ഹാരിസിന്റെ ഭാര്യ 28 വയസ്സുള്ള ഷഫീന, മക്കളായ 3 വയസ്സുള്ള അജുവ, 1.5 വയസ്സുള്ള അമൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുലർച്ചെ നടക്കാനിറങ്ങിയവരാണ് ഇക്കാര്യം പോലീസിനെ അറിയിച്ചത്. വീടിന് മുകളിലെ ബാൽക്കണിയിലാണ് 3 മൃതദേഹങ്ങളും കിടന്നിരുന്നത്. ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം ഇന്നലെ രാത്രിയിലാണ് ഇവർ വീട്ടിലെത്തിയത്. സംഭവം നടക്കുമ്പോൾ ഹാരിസിന്റെ മാതാവും ഇവരുടെ മറ്റൊരു മകൾ 6 വയസ്സുള്ള അയനയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. കത്തിക്കാനുള്ള ഇന്ധനം കൊണ്ടുവന്ന 2 കുപ്പികളും ഒരു ഡയറിയും കാർ പോർച്ചിൽ നിന്ന് കണ്ടെത്തി. ഫോറൻസിക് വിദഗ്ധരും എരുമപ്പെട്ടി പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. റാസൽ ഖൈമയിൽ ജോലി ചെയ്യുന്ന ഹാരിസ് 6 മാസം മുമ്പാണ് നാട്ടിൽ അവധിക്കെത്തി തിരിച്ചുപോയത്. 24 തൃശൂർ. തിരുവനന്തപുരത്ത് വീണ്ടും ഗുണ്ട ആക്രമണം. കഠിനംകുളത്ത് ബാറിനുള്ളിൽ യുവാവിനെ വെട്ടി പരുക്കേൽപ്പിച്ചു. ശാന്തിപുരം സ്വദേശി മഹേഷിനാണ് വെട്ടേറ്റത്. കുപ്രസിദ്ധ ഗുണ്ട സാബു സിൽവയെ പോലീസ് സാഹസികമായി പിടികൂടി. രാത്രി 8 മണിയോടെയാണ് സംഭവം. ബാറിലുണ്ടായ തർക്കം ആക്രമണത്തിൽ കലാശിക്കുകയായിരുന്നു. മഹേഷിന്റെ കൈക്കാണ് വെട്ടേറ്റത്. തുടർന്ന് ഒളിവിൽ പോയ സാബു സിൽവയെ രാത്രി 2 മണിയോടെ സാഹസികമായാണ് പോലീസ് പിടികൂടിയത്. പോലീസ് പിടികൂടാൻ പോയ സമയം കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് പോലീസിനെയും ഇയാൾ ആക്രമിക്കാൻ ശ്രമിച്ചു. ആക്രമണത്തിൽ 2 പോലീസുകാർക്ക് പരിക്കേറ്റു. കഠിനംകുളം സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളാണ് അറസ്റ്റിലായ സാബു സിൽവ. കഠിനംകുളം ഭാഗത്ത് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ആയുധങ്ങളുമായി ഗുണ്ടകൾ പിടിയിലായത്. തുമ്പ സ്വദേശി ലിയോൺ ജോൺസൺ, കുളത്തൂർ സ്വദേശി അഖിൽ, കഴക്കൂട്ടം നെട്ടേക്കോണം സ്വദേശി വിജീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം തുമ്പയിൽ യുവാവിന്റെ കാൽ ബോംബെറിഞ്ഞ് തകർത്ത കേസിൽ പ്രതികളാണ് 3 പേരും. 24 തിരുവനന്തപുരം. പറവൂർ മജ്ലിസ് ഹോട്ടലിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സ തേടിയ ആൾ മരിച്ചു. ചേന്നമംഗലം സ്വദേശി ജോർജാണ് മരിച്ചത്. 12 വർഷമായി ജോർജ് പാർക്കിൻസൺസ് രോഗബാധിതനാണ്. ബന്ധുക്കൾ ഭക്ഷ്യവിഷബാധയെന്ന് സംശയം പ്രകടിപ്പിച്ചതോടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പറവൂർ മജ്ലിസ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ജോർജിനും ഭാര്യയ്ക്കും മകനും ഭക്ഷ്യവിഷബാധയേറ്റിരുന്നു. ജോർജിന്റെ ആരോഗ്യാവസ്ഥ കൂടി കണക്കിലെടുത്ത് എറണാകുളം ലൂർദ് ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ 2 ദിവസം ICUലായിരുന്ന ജോർജിനെ പിന്നീട് വാർഡിലേക്ക് മാറ്റുകയായിരുന്നു. വെള്ളിയാഴ്ച ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നതിനു ശേഷം ഇന്നലെയാണ് മരണം സംഭവിച്ചത്. നേരത്തെ 12 വർഷമായി ജോർജ് പാർക്കിൻസൺസ് രോഗബാധിതനാണ്. 12 വർഷമായിട്ട് പാർക്കിൻസൺ പിന്നെ ലൂർദ് ഹോസ്പിറ്റലിൽ ചികിത്സ ഉണ്ടായതാണ്. പക്ഷേ പാർക്കിൻസൺ എന്ന് പറഞ്ഞ അസുഖം ഒരു മരണഹേതുവായിട്ട് മാറാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയില്ലെന്നാണ് എൻ്റെ ഒരു അറിവില്ല കറക്റ്റായിട്ട്. അപ്പോൾ എല്ലാം നോക്കുന്ന ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്ന് വിചാരിച്ചത്. കൽപ്പണിക്കാരനായ ജോർജ് ഇപ്പോൾ ഏതാനും വർഷങ്ങളായി ലോട്ടറി കച്ചവടം നടത്തി വരികയായിരുന്നു. ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയതോടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള അനുമാനത്തിലെത്താനാകൂ എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതരും പറയുന്നത്. അതിനിടെ കളമശ്ശേരിയിലെ സുനാമി ഇറച്ചി പിടികൂടിയ സംഭവത്തിൽ ജനുവരിയിൽ സ്ഥിരമായി ഇറച്ചി നൽകിയിരുന്ന ഹോട്ടലുകളുടെ വിവരം പോലീസ് ശേഖരിച്ചു. 14 ഹോട്ടലുകളിലാണ് പ്രതി ജുനൈസ് ഇറച്ചി സ്ഥിരമായി നൽകിയിരുന്നത്. ഈ ഹോട്ടലുടമകളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. 24 കൊച്ചി. സ്റ്റേറ്റ് ഫോറം ഓഫ് ബാങ്കേഴ്സ് ക്ലബ്സ് കേരളയുടെ ബിസിനസ് മാൻ ഓഫ് ദി ഇയർ അവാർഡ് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെയും ഫ്ലവേഴ്സ് ടിവിയുടെയും ചെയർമാൻ ഗോകുലം ഗോപാലന് ഇന്ന് സമ്മാനിക്കും. കേരളത്തിലെ സാമ്പത്തിക മേഖലയ്ക്ക് നൽകുന്ന സംഭാവനകൾ കണക്കിലെടുത്താണ് അവാർഡ്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് എറണാകുളം ലേ മെറീഡിയനിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പുരസ്കാരം സമ്മാനിക്കും. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. ഈ ഹൈക്കോടതിന്റെ ഡിവിഷൻ ബെഞ്ച് ഇങ്ങനെ ഉച്ചവാർത്തകൾ. ഇനി സ്പോർട്സ് വാർത്തകൾ. ഇന്ത്യ ന്യൂസിലൻഡ് 2020 പരമ്പരയിൽ 2ാം മത്സരം ഇന്ന് നടക്കും. ആദ്യ മത്സരം പരാജയപ്പെട്ട ഇന്ത്യക്ക് ഇന്നത്തെ മത്സരം നിർണായകമാണ്. പരമ്പര നേടണമെങ്കിൽ ഇന്ന് ജയം അനിവാര്യമാണ് ഇന്ത്യക്ക്. മറുവശത്ത് മിന്നും ഫോമിലാണ് ന്യൂസിലൻഡ്. ബാറ്റിംഗിലും ബോളിംഗിലും മികച്ച പ്രകടനം പുറത്തെടുത്ത അതേ ടീമിനെ തന്നെ ഇന്നും നിലനിർത്തിയേക്കും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം.
അണ്ടർ-19 വനിതാ ലോകകപ്പ് ഫൈനൽ ഇന്ന്. ഇന്ത്യക്ക് ഇംഗ്ലണ്ട് എതിരാളികൾ. മികച്ച ഫോമിലുള്ള ഇന്ത്യക്ക് തോൽവി അറിയാതെ എത്തുന്ന ഇംഗ്ലണ്ട് കനത്ത വെല്ലുവിളിയാണ്. കരുത്തരായ ബൌളിംഗ് നിരയാണ് ഇന്ത്യൻ ടീമിന്റെ കരുത്ത്. ടൂർണമെന്റിൽ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്താണ് ഇന്ത്യ ഫൈനലിലെത്തിയത്. മറുവശത്ത് ടൂർണമെന്റിൽ അപരാജിതരാണ് ഇംഗ്ലണ്ട്. ബാറ്റിംഗും ബൌളിംഗും ഒരുപോലെ ശക്തമാണ് ഇംഗ്ലണ്ടിന്. വൈകിട്ട് 5:15 ദക്ഷിണാഫ്രിക്കയിലെ സെവൻസ് പാർക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഐ ലീഗിൽ ജയത്തുടർച്ച തേടി ഗോകുലം കേരള FC ഇന്നിറങ്ങും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 4:30 നടക്കുന്ന മത്സരത്തിൽ കെങ്ക്രെ FC ആണ് എതിരാളികൾ. ലീഗിൽ 21 പോയിന്റുമായി ഗോകുലം 4-ാം സ്ഥാനത്താണ്. ഇന്ന് ജയിച്ചാൽ ഗോകുലത്തിന് 3-ാം സ്ഥാനത്തേക്ക് ഉയരാം. കഴിഞ്ഞ മത്സരത്തിലെ ജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ടീം. മത്സരം 24-ൽ തത്സമയം കാണാം 4:30 മുതൽ. ഇന്നത്തെ ഉച്ചവാർത്ത അവസാനിക്കുന്നു.